ഗൈസ്, അപ്പോൾ ഇന്നൊരു നൈസ് പൊളിയായിട്ട് വീണ്ടും വന്നേക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റമാണ് ബട്ടർ ഗാർലിക് തന്തൂരി ചിക്കൻ വിത്ത് ഗാർലിക് റൈസ്. പൊളി അരികളുടെ റെസ്റ്റോറൻ്റ് ഐറ്റമാണ്. ഏത് റെസ്റ്റോറൻറ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റിൽ മെയിനായിട്ട് കൊടുക്കാൻ പോകുന്ന മെയിൻ കോഴ്സ് ഐറ്റം ഒരു ഡൽഹി സൈഡിലൊക്കെ വളരെ ഫേമസ് ആയിട്ടിരിക്കൊണ്ടിരിക്കുന്ന തന്തൂരി ചിക്കനാണ്. നല്ല ബട്ടറി ആയിട്ട് നല്ല റിച്ച് ആയിട്ട്. വീണ്ടും കഴിഞ്ഞ തവണ ഒരു ഫിഷ് ഉണ്ടാക്കില്ലേ, അതിൻ്റെ തന്നെ വേറൊരു വെർഷനായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. പൊളി ഐറ്റം ഒരുക്കോളൂ, സിമ്പിൾ ഐറ്റം ഒരുക്കോളൂ. ഓക്കെ, നടക്കുന്ന ഒരു കുരുപ്പ്. ഓക്കെ, നിനക്കുണ്ടോ ഓടാ കോഴി? എല്ലാ കളിയും പോയി ഇപ്പോൾ. അപ്പോൾ ഗൈസ്, നൈസായിട്ടൊരു 3 കിലോ ഐറ്റം, 3 കിലോ ചിക്കൻ നമ്മുടെ ബിരിയാണി സൈസിൽ സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യം ചെറുതാക്കരുത്, തന്തൂരി അടിക്കാനുള്ള പണിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പണി വരുള്ളൂ. സോ നമുക്ക് ഇവനൊന്ന് ഫ്രഷ് ചെയ്തെടുക്കാം. ഗൈസ്, അപ്പം നമ്മുടെ ചിക്കൻ കഴുകി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തന്തൂരിക്കുള്ള മസാല ഇടാം. അടുത്തതായി നമ്മൾ നൈസായിട്ട് അങ്ങോട്ട് ആവശ്യത്തിന് ഉപ്പ്, ഓക്കെ, ഇനി പട കുറച്ച് മഞ്ഞപ്പൊടി, ഓക്കെ, കളറായിട്ടുണ്ട്. മഞ്ഞപ്പൊടി നൈസായിട്ട് നമ്മുടെ കുറച്ച് കാശ്മീരി ചില്ലി കിടന്നോട്ടേട്ടാ. കാശ്മീരി ചില്ലിയുമ്പോൾ കളർ പിടിക്കും, സീനില്ല. എരിവുണ്ട്, ഇത് എരിവുള്ള കാശ്മീരി ചില്ലിയാണ്. കുറച്ചും കൂടി തട്ടിയേക്കല്ലേ ഷേജി? നല്ല എരിവുണ്ട് കാശ്മീരി. അടുത്തത് കബാബ് മസാല, ടിക്ക മസാലയാണ് ഗൈസ്. തന്തൂരി മസാല നോക്കിയിട്ട് കണ്ടില്ല, കുഴപ്പമില്ല. നമ്മളുടെ ചോട്ടാ പീസ് ആയതുകൊണ്ടേ ടിക്ക മസാല മതി. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇനി വനം നമുക്ക് അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് പട്ടക്കാം. കഴിഞ്ഞിട്ടില്ല കേട്ടാ, ഒന്നും കൂടി നോക്കിയിട്ട് കാര്യങ്ങൾ ഇടാനുണ്ട്. കമത്തിട്ടാൽ മതി. കളർ പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളർ ഇട്ട് കൊടുത്തോട്ടെ. അപ്പം അത്യാവശ്യം കളറുണ്ട്, ഇത് പോരാ. ഇനി അടുത്തത് നമ്മൾ കുറച്ച് കുരുമുളക് കൂടി തട്ടിയേക്കല്ലേ. മതി കുരുമുളക് മതി. അടുത്തത് നമ്മൾ നൈസായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ദ തിങ് ഈസ് മെയിൻ. അടുത്തതായിട്ട് വീണ്ടും ബ്ലാങ്കുക. കഴിഞ്ഞിട്ടില്ല, ഒരു പണിയും കൂടി ഉണ്ട് ഗായ്സ്. സീ ദിസ് വൺ, ഇത് മസ്റ്റ് സാധനമാണ്. നാരങ്ങ നമുക്ക് മസ്റ്റായിട്ട് വേണം. എല്ലാത്തരം ജീവികളും ഉണ്ടല്ലോ. ജാങ്കോ വന്നേക്കണ നോക്കി. ജാങ്കോനൊരു പീസ് എന്നാ തട്ടിക്കോ. ഓക്കെ, ചിക്കൻ കൊടുക്കാതെ കോഴിയെ പിടിക്കും പൂച്ച. ചിക്കൻ കൊടുത്താൽ കോഴിയെ പിടിക്കും. ഇത്രയും വലിയ കോഴിനെ പിടിക്കാനുള്ള സീനൊന്നുമില്ല. അപ്പം സെറ്റല്ലേ? അപ്പോൾ ഗൈസ്, സംഭവം ഒരു 3.5 കിലോ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇവനൊന്ന് നൈസായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലും മാത്രമേ ഇതും കൊണ്ട് വല്ല ഗുണം ഉണ്ടാവുള്ളൂ. റെസ്റ്റ് ചെയ്യാണ്ട് ചിക്കനിൽ എന്ത് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇവനൊന്ന് റെസ്റ്റ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പെട്ടക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് പരിപാടി തുടങ്ങിയേക്കാം. 999 രൂപയുടെ ഐറ്റം ഓയിൽ എക്സ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഒരു 5-6 യൂസ് കഴിഞ്ഞ് വേറെ സീനൊന്നുമില്ല. അപ്പം നമുക്ക് നൈസായിട്ട് പണി തുടങ്ങാം. കിലോ 60 രൂപ. കിലോന് 60 രൂപ. 3 കിലോൻ്റെ ആക്കിയിട്ട് ഒരാണ്ട് 18 150 രൂപ. ഇതും വേണ്ട പണിയിടാൻ പോണത്. ഡയറക്റ്റ് വെക്കല്ല, കബാബ് മോഡലിന്. പിന്നെ നമുക്ക് ഇവനെ ഒന്ന് കത്തിച്ചെടുക്കണം. അതൊരു ടാസ്ക്കാണ് മോനെ. നന്നായിട്ടുണ്ട്. കത്തിപ്പോയി. എങ്ങനെ ഇരിക്കണം? കഥ പറഞ്ഞിരുന്നപ്പോ കത്തി അങ്ങ് പോയി. ഗൈസ്, കത്തിക്ക ഗൈസ്. നമുക്കൊന്നും അറിയത്തില്ല. വടിയൊന്ന്
എക്സ്പീരിയൻസ്. കണ്ണി പൊട്ടി തെറിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഓക്കെ, പണി തുടങ്ങാം. കമ്പിമൊക്കെ ഓർത്തിട്ടാണ് പണി നടത്താൻ പോണം. സോ പിന്നെ നൈസായിട്ട് നമുക്കിങ്ങനെ കോർത്ത് അങ്ങ് വിടാം. ഓക്കെ, കോർത്ത് പിടിക്കാം നമുക്ക് പിന്നെ. ഓക്കെ, ഒരു 4 വെച്ച് അങ്ങോട്ട് പുറത്തേക്കാം അല്ലേ. സെറ്റല്ലേ? റെഡി. ഇത് അടിമുട്ടാൻ സാധ്യതയുണ്ടല്ലോ മുകളിലൊക്കെ അല്ലേ. എന്നൊക്കെ പണി ഗ്രില്ല് വെച്ചിട്ട് അങ്ങോട്ട് തകർക്കാം കേട്ടോ, അല്ലെങ്കിൽ അടിമുട്ടിക്കഴിഞ്ഞാൽ കരിഞ്ഞു. ഓക്കെ, ഇങ്ങനെ അങ്ങോട്ട് കുത്തി അങ്ങോട്ട് എടുത്താൽ മതിയല്ലേ. വെരി സിമ്പിളല്ലേ. ഒരു 4 പീസ് അങ്ങോട്ട് നമുക്ക് കുത്തി അങ്ങോട്ട് എടുക്കാം. റെഡി. അപ്പോൾ ഒരു ഇത്തിരി അട്ട കൊടുത്തിട്ട് അവന് നൈസായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. റെഡി. ഒരു സെക്ഷനുമ്പോൾ തീരുമല്ലോ ഇത്, തീരണം. ആ സംഭവം സെറ്റ്. ഓക്കെ, പൊളി. അപ്പോൾ നമുക്കേ ഇവനൊന്ന് സെറ്റായിട്ടാണ് അടുത്ത പണി. സംഭവം സിമ്പിളാണ്, പക്ഷെ പവർഫുള്ളായിരിക്കും ഓൾവേസ്. സോ നമുക്ക് ഇവനൊന്നും കൂടെ സെറ്റാക്കി എടുക്കാം. ഇത്തിരി ഉരുണ്ട് കളിക്കും, സീനില്ല. ഇപ്പം തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, കുഴപ്പമില്ല. നല്ല സ്മൂത്തായിട്ട് തിരിച്ചങ്ങോട്ട് സെറ്റ് ചെയ്തോ, അപ്പോൾ കരി പിടിക്കൂല. തട്ടിക്കോ. റെഡി. ഓക്കെ, അത് കോമഡി ആയിപ്പോയി. സ്മോക്കി ഫ്ലേവർ അടിക്കാം. ഒന്നും കാണുന്നില്ല, പണി നടന്നാൽ മതി. ഇതാണ് എണ്ണയടി. വാ, നൗ ഇറ്റ്സ് ഗോണ ബി എ സ്മോക്കി. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി. ഓക്കെ, ഇനിയിപ്പോൾ ചട്ടിയുമുള്ള പരിപാടി കണ്ട റിച്ച് പരിപാടി ആയിരിക്കുള്ളൂ. അപ്പോൾ അടുത്തതായി നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ ഗാർലിക് ബട്ടറിയാക്കി എടുക്കാൻ പോവുകയാണ്. അതിനുശേഷം ബട്ടർ ഗാർലിക് റൈസ് അടിക്കും. അപ്പോൾ സംഭവം ചൂടാവട്ടെ. നമ്മൾ നൈസായിട്ട് പിന്നെ ബട്ടർ ഇട്ട് കൊടുക്കണം കേട്ടോ. ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. നമുക്ക് വേറെ ആവശ്യത്തിന് വേണം. അപ്പോൾ നമ്മൾ നൈസായിട്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവനൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ഗാർലിക്ക് കയറ്റാം. അപ്പോൾ നമ്മളടുത്ത പണി ഗാർലിക്ക് തട്ടണം. അപ്പം പച്ചമുളക്, ബാക്കി ഗാർലിക്ക് നമുക്ക് ആവശ്യമുണ്ട്. ഗാർലിക്കൊന്നും പൊരിഞ്ഞോട്ടെ കേട്ടോ. നമുക്കിനി ഇവനെ അങ്ങോട്ട് തട്ടങ്ങാട് കൊടുക്കാം. ഓക്കെ, ഇത്തിരി കരി വേണ്ടിട്ടുണ്ടല്ലോ. 2 മിനിറ്റത്തെ പ്രശ്നത്തിന് ഇത്തിരി കരി അങ്ങോട്ട് വേണം. ഓക്കെ, റെഡി. ഫാസ്റ്റർ റെഡി. അടുത്തത് ഓക്കെ, പൊളി. കഴിഞ്ഞിട്ടില്ല, ഇതിനങ്ങാട് സെറ്റിലാക്കണം. ഇനി നമുക്ക് ഇവനങ്ങാട് തീ അങ്ങാട് കുറച്ചേക്കാം. തീ കുറച്ചല്ല, തീ അങ്ങോട്ട് ഓഫാക്കി. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിനങ്ങാട് പെരട്ടെ. റിച്ച് ഐറ്റം എന്ന് പറഞ്ഞാൽ ഹെവി റിച്ച് ആയിരിക്കുമല്ലോ. റെഡി. കഴിഞ്ഞിട്ടില്ല. പിന്നെ അടുത്ത പണി തന്നെ ഉണ്ടല്ലോ, ക്രീമാണ് കേട്ടോ. നല്ല ഫ്രഷ് ക്രീം. ഇവനാണ് അടുത്ത പണി. മതി.
ഫ്രിഡ്ജിൽ കയറി ടൈറ്റായി നിൽക്കുന്നത് അങ്ങനെയാണ്. നൈസായിട്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. നല്ല റിച്ച് ക്രീമി ആയിരിക്കും. കുറച്ചും കൂടി ഒഴിക്കാം അല്ലേ ക്രീം കഴിച്ച്? എന്തിനാ കുറക്കണം, ഹാർഡായിക്കോട്ടെ. പൊളി. ഇനി നമുക്ക് അവസാനം കുറച്ച് ചാട്ട് മസാല കൊടുക്കാം. റിച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് റിച്ച്നെസ്. വളരെ സിമ്പിളാണ്, ടേസ്റ്റിയാണ്, പൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനങ്ങോട്ട് പ്ലേറ്റ് ചെയ്യാം കളറായിട്ട്. റെഡി. നല്ല റിച്ച് ഐറ്റം ഉണ്ടോ, വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്യാവുന്നതുള്ളൂ. നമ്മളുടെ ഹോട്ടൽ ബേസിന് വേണ്ടി സെറ്റ് ചെയ്തെടുക്കണേ. ഹോട്ടലായിട്ടില്ല, ഹോട്ടലാകുമ്പോൾ ഇവൻ മെയിൻ ഡിഷായിട്ട് ഉണ്ടാവും. സംഭവം പൊളിയാണ്, സിമ്പിളാണ്. നൈസായിട്ട് തന്തൂരി അടിച്ചിട്ട് ഇവനെ ക്രീം ചെയ്തെടുക്കണം എന്നുള്ളേ ഉള്ളൂ. ഓക്കെ, കളറായില്ലേ ഷൈജി? പിന്നെ അടുത്ത പണി ദേ ഈ ചട്ടി തന്നെയാണ് വരാൻ പോണത്. ഇതിൻ്റെ കുറച്ച് ഗ്രേവി ഇതിനകത്ത് തന്നെ നിൽപ്പുണ്ട്. കാരണം ഈ ചട്ടി തന്നെ എന്തുകൊണ്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്മോക്കി ഫ്ലേവർ, ഓൾറെഡി നമ്മൾ തന്തൂരി ചിക്കൻ സെറ്റ് ചെയ്തുകൊണ്ട് ആ തന്തൂരി ചിക്കൻ്റെ ആ സ്മോക്കി ഫ്ലേവർ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആ ഫ്ലേവർ വളരെയധികം വാല്യുബിളാണ്. നമ്മളെന്ത് ഗാർലിക് റൈസ് ഉണ്ടാക്കും, ആ ഗാർലിക് റൈസിൻ്റെ കൂട്ടത്തിൽ ആ സ്മോക്കി ഫ്ലേവറും കൂടി ചേരുമ്പോൾ ഹെവി മൂഡായിരിക്കും, പൊളിയായിരിക്കും എന്നുള്ളതിന് സംശയം ഒന്നും വേണ്ട. ഉണ്ടാക്കി നോക്കുക, വളരെ സിമ്പിളാണ്. അപ്പം അടുത്ത പണി തുടങ്ങാം. ചട്ടി അത് തന്നെ, ഇതിനകത്തിന് കുറച്ചും കൂടി ബട്ടർ കയറ്റിയിട്ട് അടുത്ത പണി. സോ ലെറ്റ്സ് ഗോ. ബട്ടർ ഒരു രക്ഷയില്ലാണ്ട് തട്ടയാണ്, കുഴപ്പമൊന്നുമില്ല. ബട്ടർ ഈസ് ഓൾവേസ് ഹെൽത്തി. ബട്ടർ ഗാർലിക് വെരി വെരി ഹെൽത്തി. പകുതി തട്ടിയാൽ മതി അല്ലേ? റെഡി. പകുതി അല്ലേ, മുഴുവൻ തട്ടിയേക്കല്ലേ? അവിടെ ഇരിക്കണം, അത് എടുക്കും. സ്മോക്കി ഫ്ലേവർ കരിഞ്ഞ ഫ്ലേവർ ആയിപ്പോയി കഴിഞ്ഞാൽ കഥ മാറും കേട്ടോ. അടുത്ത നമുക്ക് നൈസായിട്ട് ബാക്കി വന്ന ഗാർലിക്ക്, അതോടൊപ്പം തന്നെ കുറച്ച് സവാള നൈസായിട്ട് അരിഞ്ഞത്. ആദ്യം വേണ്ട, സവാള നൈസായിട്ട് അരിഞ്ഞ് ഇനി ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പം നമ്മളുടെ സംഭവം വാടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച റൈസ് സെറ്റിൽ ചെയ്യണം. ഇത് ബസുമതി റൈസാണ് ഗൈസ്. നമ്മളെ നൈസായിട്ട് ബിരിയാണിയുടെ പാകത്തിൽ സെറ്റ് ചെയ്തെടുത്തതാണ്. അതായത് ലൈറ്റ് മസാല, ലൈവ് മസാലകളിട്ട് തിളപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തേക്കാണ്. വേറെ ഫ്ലേവറൊന്നുമില്ല. തന്തൂരി ചിക്കൻ്റെ സ്മോക്കി ഫ്ലേവറും ഗാർലിക്കും ബട്ടറും, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് നമ്മൾ ക്ലിയർ ആയിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് സെറ്റിൽ ചെയ്ത് അങ്ങോട്ട് എടുക്കണം. ബട്ടർ കയറുമ്പോണ്ടല്ലോ ഒരു സാധനത്തിൻ്റെ ഒരു ഫ്ലേവറിൻ്റെ ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ബട്ടർ നിങ്ങളുടെ ഫ്ലേവറിനും ടേസ്റ്റിനും അനുസരിച്ച് കൂട്ടേ കറക്കുകയോ ചെയ്തോ. ബട്ട് ഗാർലിക്ക് വേണം, ആ സ്മോക്കി ഫ്ലേവറും കൂടി വേണം. സ്മോക്കി ഫ്ലേവർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ആ സ്മോക്കി ഫ്ലേവർ ഉണ്ടെങ്കിലേ ഒരു ഫീല് കിട്ടുള്ളൂ. പിന്നെ അതുമാത്രമല്ല, ചട്ടി കിടന്ന് ചോറൊന്ന് പഴുക്കണം. ആ പൊട്ടണ ടിക് 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 ശബ്ദം ഉണ്ടല്ലോ, അത് ചട്ടിയിൽ നിന്ന് അങ്ങ് കേൾക്കണം. ഒരു ഫ്രൈ ആയിട്ട് കിട്ടണം. അതുവരെ നല്ലതായിട്ട് പിന്നെ അങ്ങോട്ട് യോജിപ്പിച്ച് വിടിയിച്ച് സെറ്റിൽ ചെയ്ത് അങ്ങോട്ട് കൊടുത്തോ, സീനില്ല. അപ്പം സെറ്റായിട്ടുണ്ട്. ഇവനെ അങ്ങോട്ട് പ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് തകർത്തേക്കാം. ബട്ടറിൻ്റെ മണം ലോകം മുഴുവനുണ്ട്. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ആൾക്കാർ എത്തി നോക്കണ്ട്. പുകയൊക്കെ ഇറന്ന് കാലം തുടങ്ങി. സെറ്റ് നമ്മൾക്ക് ഇവനങ്ങോട്ട് പ്ലേറ്റ് അല്ലാക്കാം. റെഡി? ഓക്കെ. ബട്ടർ അടിക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഓക്കെ, ഇത്രയും മതിയല്ലേ ഷാജി? നമുക്ക് രണ്ടുപേരും കൂടി പൊളിയല്ലേ? മതി. ഓക്കെ, മണം കേട്ടിട്ട് ചട്ടിയോടെ തിന്നാൻ തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഐറ്റം സെറ്റായിട്ടുണ്ട്. നോക്ക്, പൊളിയല്ലേ?
ഒരൈറ്റം കൂടി ഉണ്ട് കേട്ടോ സ്പെഷ്യലായിട്ട്. ഇത് കണ്ട, ഇത് മയോണൈസാണ്, ഹെൽത്തി മയോണൈസാണ്. സംഭവം എണ്ണ ഇല്ലാണ്ട് ഉണ്ടാക്കിയ മയോണൈസ്, ഉരുളക്കിഴങ്ങ് വെച്ചിട്ടും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇനി നമ്മുടെ പെണ്ണുമ്പുള്ള ടേസ്റ്റ് ചെയ്യട്ടെ. എന്തുണ്ടെങ്കിലും ഗണപതി കൊടുത്തിട്ട് വേണമല്ല, പീസും കൂട്ടി ടേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിയിട്ട് വരാം. ഓക്കെ, എങ്ങനെ ഉണ്ടെന്ന് പറയാം. പീസ് ആദ്യം കടിച്ചോ. എങ്ങനെയുണ്ട്? ആദ്യം ഒന്ന് നോക്കടി മോളെ, അല്ലെങ്കിൽ വളരെ നാടകീയമായി പോവും. ആണോ? അതെന്തിനു തിന്നി നേരക്ക് ഉറപ്പിക്കാമോ? ഇതിന്റെ ക്രീമും മറ്റേ ഇതിന്റെ കൂടെ ഒക്കെ ആയിട്ട് സ്മോക്കി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ഉണ്ടല്ലോ ഗൈസ്, നമ്മളൊരു സാധനം ഇടാൻ മറന്നു പോയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നമ്മളുടെ ചാട്ട് മസാല ഇടണോ ഇതിനകത്ത്? ഈ ഫ്ലേവർ ഫൈനാണോ? നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചാട്ട് മസാല ഇട്ട് സെറ്റ് ചെയ്യാട്ടെ. ഞാൻ ചാട്ട് മസാല മേടിച്ച് വെച്ചിട്ടുണ്ടായി, പക്ഷേ ഇട്ടില്ല. ഇട്ട് കഴിഞ്ഞാൽ ക്രീമി ഫ്ലേവർ പോകും. ചിലവർക്ക് ആ ഫ്ലേവർ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. നമുക്ക് ചാട്ട് മസാല ഒന്നും അധികം തിന്ന് ശീലമില്ലാത്തതാണ്. സോ നമ്മൾ ചാട്ട് മസാല വേണ്ടല്ലോ ഷൈജി? ഇത് ക്ലീൻ അല്ലേ? അപ്പോൾ ക്ലീൻ ആൻഡ് ഹെൽത്തി ആയിട്ട് എടുക്കാം. മസാല ഒന്നും വേണ്ട, പൊളി. ഓക്കെ, ഇനി ചോറും കൂട്ടി പിടിക്കും. ചോറിനകത്തിലുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? ചോറ് നന്നായിട്ടുണ്ട്. ഗാർലിക് ഫ്ലേവർ. ചോറിന് മറ്റേ ഇത് കിട്ടിയ സ്മോക്കി ഫ്ലേവർ കിട്ടിയ? ഷുവർ? ഉറപ്പല്ലേ? അപ്പം നമ്മുടെ ഹോട്ടലിൽ ഇത് പഠിച്ചാലോ? എങ്ങനെയുണ്ടോ? ഓക്കെ, ഒരു പീസ് എടുത്ത് വെച്ചാൽ ഞാനിവിടെ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. കുഴപ്പമില്ലല്ലോ, പൊളിച്ചിട്ടുണ്ടോ വെച്ചാൽ സംഭവം ഹെവിയാണ്ടാ ഗൈസ്. തന്തൂരി അടിച്ചിട്ടുണ്ടല്ലോ, നൈസായിട്ട് ബട്ടർ കയറ്റി നോക്ക്, പൊളി അഴികളും അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇതൊരു ഡൽഹി സൈഡിലൊക്കെ ഫേമസ് ഐറ്റമാണിത്. സോ പൊളിച്ചിട്ടുണ്ട്. ഈ ടേസ്റ്റ് ഉണ്ടല്ലോ വായ തന്നെ അങ്ങോട്ട് നിൽക്കും ആ ബട്ടറിന്റെ മസ്ക് കാരണം. സോ ഗൈസ്, അപ്പോൾ പെടക്കട്ട എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. ചോറ് ഞാൻ പിന്നെ തിന്നോളാം. ചോറ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി തിന്നതാ. അപ്പോൾ അടിപൊളി സംഭവം, അടിപൊളി ഉണ്ടാക്കി നോക്കിയിട്ട് കാര്യം പറയാം കേട്ടോ. ഓക്കെ, ഫുൾ പവർ. അടുത്ത പണിയായിട്ട് വീണ്ടും വരാം.